So, hi friends, welcome back to Chinnu's Online Learning. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 9 ജോഗ്രഫിയിലെ ലെസൺ 4 ബൈ ദ ഹാൻഡ്സ് ഓഫ് നേച്ചറിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് എടുക്കുന്നത്. അതായത് റിവറിൻ്റെ, അതുപോലെ റിവർ ഇറോഷൻ, അതേപോലെ റണ്ണിങ് വാട്ടർ അല്ലെങ്കിൽ ഈ റിവർ വഴി ഉണ്ടായിട്ടുള്ള ലാൻഡ് ഫോംസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലത്തെ ഗള്ളിയും അതുപോലെ വി ഷേപ്ഡ് വാലീസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കത് ഈ വീഡിയോ നിങ്ങൾ മൊത്തം വാച്ച് ചെയ്യണം, നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ വീഡിയോയിലേക്ക് പോവാം. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. The course of a river can generally be divided into 3 stages based on the difference in slope from its source to mouth. സോഴ്സിൽ നിന്ന്, അതായത് ഒരു റിവർ തുടങ്ങുന്നത് തൊട്ട് ഒരു റിവർ അവസാനിക്കുന്ന വരെയുള്ള അവിടുത്തെ സ്ലോപ്പുകളുടെ വ്യത്യാസത്തിൽ നമ്മുടെ ഒരു റിവറിൻ്റെ ഒഴുക്കിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ആ മൂന്നെണ്ണമാണ് അപ്പർ കോഴ്സ്, മിഡിൽ കോഴ്സ്, ലോവർ കോഴ്സ്. നിങ്ങൾക്ക് അവിടെ പടം കാണാനായിട്ട് സാധിക്കും അപ്പർ കോഴ്സിൻ്റെ. Upper course is that part of the river where it rapidly flows down along steep slopes from the place of origin. ഒരു റിവർ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്സുകൂടെ വേഗം ഒഴുകുന്ന റിവറിൻ്റെ ഭാഗത്തിനാണ് നമ്മൾ അപ്പർ കോഴ്സ് എന്ന് പറയുക. ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇറോഷൻ ഈസ് സിവിയർ ഇൻ ദിസ് കോഴ്സ്. ഇവിടെ ഇറോഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ല ഇതിൽ ഇറോഷൻ നടക്കും, അതായത് ഒലിച്ചു പോകും, മണ്ണൊഴുപ്പ് നടക്കും. കാരണം ഏറ്റവും നല്ല ഉയരത്തിൽ നിന്നാണ് അത് വരുന്നത്, അതുകൊണ്ട് ഇറോഷൻ നടക്കും. അടുത്തതാണ് മിഡിൽ കോഴ്സ്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മിഡിൽ കോഴ്സ് ആ പിക്ചറിൽ, ഫിഗർ 4.3. മിഡിൽ കോഴ്സ് ഈസ് ദറ്റ് സ്റ്റേജ് ഓഫ് ദ റിവർ വേർ ഇറ്റ് ഫ്ലോസ് ത്രൂ ജെന്റ്ലി സ്ലോപ്പിംഗ് ഫുട് ഹിൽസ്. അതായത് നല്ല അത്യാവശ്യം സ്ലോപ്പുള്ള ഫുട് ഹിൽസിൽ നിന്ന്, അതായത് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി വന്നു, നല്ല സ്ലോപ്പിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഒഴുക്ക് ചെറുതായിട്ടൊന്ന് കുറയും, അതായത് പതുക്കെ ഒഴുകുന്ന ആ ഒരു ഭാഗത്തിനെ പറയുന്നതാണ് മിഡിൽ കോഴ്സ്. ആസ് ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലോ ഡിക്രീസസ്, ഫ്ലോയുടെ ഒഴുക്കിൻ്റെ വെലോസിറ്റി കുറയാണല്ലോ, ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് വന്നു. അപ്പോൾ അത് കുറഞ്ഞപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇറോഷൻ ഡിക്ലൈൻസ് ആൻഡ് ഡെപ്പോസിഷൻ ബിഗിൻസ്. അവിടെ വെച്ച് ഇറോഷൻ ചെറുതായിട്ടൊന്ന് കുറയും. നേരത്തെ വല്ലാണ്ട് കൂടുതലായിരുന്നു, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറയും. ഡെപ്പോസിഷൻ ആരംഭിക്കും, അതായത് അവിടെ ഇവിടെ നിക്ഷേപിക്കൽ, അവിടെ നിന്ന് മുകളിൽ നിന്ന് ഒലിച്ചു വന്ന മണ്ണ് എവിടെയെങ്കിലും നിക്ഷേപിക്കൽ. അതായത് മിഡിൽ കോഴ്സിൽ ഇറോഷനും ഡെപ്പോസിഷൻ പ്രോസസ്സും ആക്റ്റീവാണ്. ഇറോഷൻ നേരത്തേക്കാളും കുറച്ച് കുറയും. ലോവർ കോഴ്സ് ഈസ് ദ സ്റ്റേജ് വേർ ദ റിവർ ഫ്ലോസ് ത്രൂ ദ പ്ലെയിൻസ്. ലോവർ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ പ്ലെയിൻ, നല്ല പരന്നിട്ട് പ്ലെയിനിൽ കൂടെയാണ് ഒഴുകുക, അതായത് മുകളിൽ നിന്നല്ല വരണത്, ഇപ്പോൾ താഴത്തേക്ക് എത്തി. ദ റേറ്റ് ഓഫ് ഡെപ്പോസിഷൻ വിൽ ബി ഹയർ ഡ്യൂ ടു ദ സ്ലോ പേസ് ഓഫ് ദ റിവർ. അതായത് ഇവിടെ ഡെപ്പോസിഷൻ ആയിരിക്കും കൂടുതൽ, കാരണം നിക്ഷേപിക്കൽ താഴത്തേക്ക് ഒന്നും കൂടി താഴത്തേക്ക് ഇറങ്ങി വന്നു. ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് സെഡിമെൻറ്റ്സ് ഡ്യൂറിങ് ദിസ് സ്റ്റേജ്. അപ്പോൾ അടിഞ്ഞു കൂടുന്ന മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് കൂടും. ഇവിടെ എന്തില്ല, ഇവിടെ ഇറോഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇല്ല. ഇനി ഈ നമുക്കറിയാം ഇറോഷൻ ഡെപ്പോസിഷൻ നടക്കുന്നത് വഴി ഈ ഓരോ കോഴ്സുകളിലും ഓരോ തരത്തിലുള്ള ലാൻഡ് ഫോംസ് ഫോം ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്, അത് പോയിൻ്റ് ആയിട്ട് കൊടുത്തിരിക്കണമെന്ന് മാത്രം. അപ്പർ കോഴ്സ്, പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് ദ റിവർ. റിവർ തുടങ്ങുന്ന സ്ഥലം. റിവർ ഫ്ലോസ് ത്രൂ സ്റ്റീപ്പ് സ്ലോപ്സ്, സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പുകളിലൂടെ ഒഴുകുന്ന സ്ഥലം. ഇൻറ്റൻസ് റേറ്റ് ഓഫ് ഇറോഷൻ വളരെയധികം കൂടുതലാണ്. നോ ഡെപ്പോസിഷൻ, ഇവിടെ ഒന്നും അടിഞ്ഞു കൂടലല്ല, ഇവിടെ ഒലിച്ചു പോകലാണ് നടക്കുന്നത്. ലാൻഡ് ഫോം സച്ച് ആസ് വാലി, വാട്ടർഫോൾ എക്സിട്ര ആർ സീൻ. വാലികളും അതേപോലെ ഇങ്ങനെ ഒലിക്കുമ്പോൾ അവിടെ മാത്രം ഇങ്ങനെ താഴ്ന്നു പോകണം അല്ലേ. അപ്പോൾ വാലി, വാട്ടർഫോൾ എന്നീ ലാൻഡ് ഫോംസ് അപ്പർ കോഴ്സിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ലാൻഡ് ഫോംസ് അവിടെ ഉണ്ടാവുന്നു. മിഡിൽ കോഴ്സ് ഫ്ലോസ് ത്രൂ ദ ഫുട് ഹിൽസിൽ അവിടെ കൂടെയാണ് ഒഴുകി പോകുന്നത്. ബോത്ത് ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ പ്രോസസ്സസ് ആർ ആക്റ്റീവ്. രണ്ട് പ്രോസസ്സും നടക്കുന്നുണ്ട്. ഫീച്ചേഴ്സ് സച്ച് ആസ് ഓക്സ്ബോ ലേക്സ്, മിയാൻഡേഴ്സ് ആർ സീൻ. ഇത് രണ്ട് തരത്തിലുള്ള ലാൻഡ് ഫോംസ് ആണ്. ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇനി അതാണ് ഈ ഓരോ ലാൻഡ് ഫോംസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇത് റിവർ വഴി ഉണ്ടാകുന്ന ലാൻഡ് ഫോംസ് ആണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് ലോവർ കോഴ്സ്, ഫ്ലോസ് ത്രൂ ദ പ്ലെയിനിലൂടെയാണ് ഒഴുകി പോകുന്നത്. ആക്റ്റീവ് ഡെപ്പോസിഷണൽ പ്രോസസ്സസ്. ഇവിടെ ഇറോഷൻ ഇല്ല, ഡെപ്പോസിഷൻ മാത്രമാണ് നടക്കുന്നത്.
ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം സച്ച് ആസ് ഫ്ലഡ് പ്ലെയിൻസ് ആൻഡ് ഡെൽറ്റാസ് ആർ സീൻ. ഈ ഡെപ്പോസിഷൻ വഴി ഫ്ലഡ് പ്ലെയിനുകളും അതേപോലെ തന്നെ ഡെൽറ്റയും ഫോം ചെയ്യുന്നുണ്ട്. ഇതും രണ്ട് തരത്തിലുള്ള ലാൻഡ് ഫോംസ് ആണ്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഇനി അടുത്തത് പഠിക്കാൻ പോവാണ്. ഓക്കെ. Then next question, varied features are seen in the river course at every stage. Observe the diagram and answer the following question by analyzing the features of three courses. നമ്മളിപ്പോൾ പഠിച്ചതിന് ബേസ് ചെയ്തിട്ടാണ്. So the first question, in which stage is the intensity of erosion more? ഏത് സ്റ്റേജിലാണ്? അപ്പർ കോഴ്സ്. വിച്ച് പ്രോസസ് റിസൾട്ട്സ് ദ ലാൻഡ് ഫോംസ് ഡെവലപ്ഡ് ഇൻ ദ ലോവർ കോഴ്സ്? ലോവർ കോഴ്സിൽ ഏത് പ്രോസസ്സ് വഴിയാണ് ലാൻഡ് ഫോം ചെയ്യുന്നത്? ഡെപ്പോസിഷണൽ പ്രോസസ്സസ്. ഓക്കെ. യു ഹാവ് ലേൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റിവർ റൈറ്റ് ഫ്രം ദ സോഴ്സ് ടു ദ മൗത്ത്. പഠിച്ചു കഴിഞ്ഞു. ദ ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് കോഴ്സസ് ഓഫ് എ റിവർ ആർ ഡിഫറെൻറ്റ് ഇൻ nature. Let us familiarize with a few erosional and depositional processes and the resultant landforms. നമുക്ക് ഇറോഷനും ഡെപ്പോസിഷനും പ്രോസസ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഈ റിവർ കാരണം, അതായത് ഇറോഷനും ഡെപ്പോസിഷനും പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായ ലാൻഡ് ഫോംസ്, അതായത് റിവർ കാരണം ഉണ്ടായ ലാൻഡ് ഫോംസ് നമുക്ക് നോക്കാം. River erosion. Velocities of water flow, slope of the terrain and rock structure are the factors affecting the intensity of river erosion. River erosion ആവുന്നതിൻ്റെ കൂടുതൽ അതിൻ്റെ എന്താ പറയുക, കൂടുതൽ റിവർ എറോഷൻ നടക്കാനായിട്ടുള്ള ഫാക്ടേഴ്സ് റോക്ക് സ്ട്രക്ചർ, പാറകെട്ടുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുണ്ടാവും. അതേപോലെ സ്ലോപ്പ് ഓഫ് ദ ടെറൈൻ, വെലോസിറ്റി ഓഫ് വാട്ടർ ഫ്ലോ, അതിൻ്റെ ഒഴുക്കിൻ്റെ അതിനനുസരിച്ചായിരിക്കും. The rock particles like gravel, sand, pebbles, etc. carried by the river rub against the rocks along the bed and both the sides of the river. This result in the wearing down of rocks. Such erosion is known as abrasion or corrosion. അതായത് നമ്മുടെ ഈ റോക്ക് ഒരയുമ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങളാണ് സാൻഡ്, പെബിള്, ഗ്രാവൽ. ഇതൊക്കെ ക്യാരി ചെയ്യാണ് ആര്? റിവർ. കാരണം ഈ റോക്ക് സ്ട്രക്ചർ കൂടെയൊക്കെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. അപ്പോൾ ഈ റോക്ക്, ഈ സാധനങ്ങളൊക്കെ എന്താണ്? റോക്ക് ഇങ്ങനെ ബെഡ്, അതായത് റിവറിൻ്റെ ബെഡിലൂടെ താഴ്ഭാഗത്തോടെ ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡ്സും, റോക്കിൻ്റെ സൈഡ്സൊക്കെ എന്താണ്? ഒരഞ്ഞു പോവുകയാണ്. അപ്പോൾ വെയർ ആൻഡ് ടയർ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇറോഷനെയാണ് നമ്മുടെ അബ്രേഷൻ അല്ലെങ്കിൽ കൊറേഷൻ എന്ന് പറയുന്നത്. ത്രൂ ദിസ് പ്രോസസ്സസ് ദ റിവർ ക്യാൻ പോളിഷ് ഈവൻ ദ ഹാർഡ് റോങ് അലോങ് ഇറ്റ്സ് കോഴ്സ്. അതിൻ്റെ ഒരു റിവറിന് ഈ വളരെ കട്ടിയുള്ള പാറകളെ വരെ പോളിഷ് ചെയ്ത്, അതായത് നമ്മളിപ്പോൾ ഉരുളൻ കല്ലുകൾ എന്ന് പറയില്ലേ, പെബിൾ, നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ വെക്കുന്നത് കല്ല്, വെള്ളാരം കല്ലെന്ന് പറയില്ലേ, അത് ഇങ്ങനെ ഉണ്ടായതാണ്. അതിൻ്റെ സൈഡുകളൊക്കെ വയറിങ് നടന്നിട്ട്, ഈ റിവർ കൂടെ ഒഴുകിൻ്റെ സൈഡുകളൊക്കെ വയറിങ് നടന്നിട്ടാണ് ഇതെന്ന് പോളിഷ്ഡ് സർഫേസായി മാറിയിരിക്കുന്നത്. താഴെ പെബിൾസിൻ്റെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ഈ അബ്രേഷൻ ഓർ കൊറേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫിഗർ 4.5 ശ്രദ്ധിക്കുക. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ ദ ഇറോഷൻ ഇൻ ദ ബെഡ് ആൻഡ് ദ വാലീസ് ഓഫ് ദ റിവർ. റിവറിൻ്റെ വാലികളിലും റിവറിൻ്റെ ബെഡിലും എങ്ങനെയാണ് ഇറോഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. ബെഡിൽ നടക്കുന്ന ഇറോഷൻ എലോങ് ദ ബെഡ്, രണ്ട് തരത്തിലുള്ള ഇറോഷനാണ് നടക്കുന്നത്. ഇറോഷൻ എലോങ് ദ ബെഡ് ആൻഡ് ഇറോഷൻ എലോങ് ദ വാലി. ഇറോഷൻ എലോങ് ദ ബെഡ് എന്ന് പറയുമ്പോൾ ഒരു വി ഷേപ്പ്ഡ് ആണ്, നമുക്ക് കാണാം വളരെ ചെറിയൊരു ഇതിലാണ് ഇരിക്കുന്നത്. വാലി എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ചും കൂടിയും വലുതായി, കുറച്ചും കൂടിയും പരന്നു സൈഡിലേക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടാണ് പോകുന്നത്. മറ്റേത് കുത്തനെ താഴേക്കാണ് വരുന്നത്. അപ്പോൾ ഈ പിക്ചർ ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ് രണ്ട് ഇറോഷൻ എന്ന് നോക്കാം. റിവർ ബെഡ് ഇറോഷൻ ഈസ് മോർ പ്രിവലൻറ്റ് ഇൻ ദ അപ്പർ കോഴ്സ് ഓഫ് ദ റിവർ. അതായത് റിവർ ബെഡ് ഇറോഷൻ റിവറിൻ്റെ അപ്പർ കോഴ്സിലാണ് കൂടുതലായിട്ട് ഉള്ളത്. നമ്മൾ അതിൻ്റെ ഇൻറ്റൻസിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ടു ദ ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ദ റിവർ. ഇനി റിവർ ക്രിയേറ്റ് ചെയ്യുന്ന ലാൻഡ് ഫോംസ്. So the first figure 4.6. It is a deep gully formed as a result of erosion caused by the running water. Running water വഴി ഉണ്ടാക്കിയ, എറോഷൻ വഴി ഉണ്ടായിട്ടുള്ള ഒരു ഗള്ളിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഗള്ളികൾ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പുകളുടെ അവിടെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഗള്ളീസ് ഫോംഡ് അലോങ് സ്റ്റീപ്പ് സ്ലോപ്സ്.
Deepening of rivers occurs through intense erosion resulting from an increase in the velocity of water flow. വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ വെലോസിറ്റി കൂടുമ്പോൾ ഇറോഷൻ്റെ അളവും കൂടും. അങ്ങനെയാണ് ഈ റിവേഴ്സ് വഴി ഇങ്ങനത്തെ ഓരോ ലാൻഡ് ഫോമുകൾ ഉണ്ടാകുന്നത്. ഡീപ്പനിങ് ഓഫ് റിവേഴ്സിൻ്റെ ഡെപ്ത് കൂടണത്. The valleys take a distinct shape as a result of the intensity of erosion along the riverbed. റിവർബെഡിൻ്റെ ഉണ്ടാകുന്ന ഇറോഷൻ്റെ അളവ് കൂടുമ്പോൾ വാലികൾക്ക് ഒരു പ്രത്യേകതരം ഷേപ്പുകൾ ഉണ്ടാകുന്നു. ഇവിടെ ഫിഗർ 4.7 അതായത് ഇവിടെ നമുക്ക് ഫിഗർ 4.7 നമുക്ക് ഒരു വാലീനെ കാണാനായിട്ട് സാധിക്കും. ലുക്ക് അറ്റ് ദ ഷേപ്പ് ഓഫ് എ വാലി ഫോംഡ് ഇൻ ദിസ് മാനർ. സച്ച് വാലീസ് ആർ കോൾഡ് വി ഷേപ്ഡ് വാലീസ്. അത് നല്ല ഇറോഷൻ്റെ ഇൻറ്റൻസിറ്റി കാരണം വാലിക്ക് ഒരു ഷേപ്പ് വന്നതാണ് ഒരു വി ഷേപ്ഡ് വാലി എന്നാണ് അതിന് പറയുക. പിക്ചർ കണ്ടറിയാം. ഫിഗർ 4.7 ശ്രദ്ധിക്കുക. ദെൻ ലാസ്റ്റ് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ദ ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷണൽ ആക്ടിവിറ്റീസ് ഓഫ് റിവേഴ്സ് ആർ കോൾഡ് ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ്. അതായത് റിവറിൻ്റെ ഇറോഷനും ഡെപ്പോസിഷണലും ആക്ടിവിറ്റീസ് വഴി ഉണ്ടാകുന്ന ലാൻഡ് ഫോംസിനെ നമ്മൾ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്ന് പറയും. അതിൽ പെട്ട രണ്ടെണ്ണമാണ് ഗള്ളിയും അതേപോലെ ഇപ്പോൾ നമ്മൾ പഠിച്ച വി ഷേപ്ഡ് വാലിയും ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന വാട്ടർഫോള്, ഓക്സ്ബോ ലേക്സ്, മീൻഡിയേഴ്സ്, ഡെൽറ്റ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഫ്ലഡ് പ്ലെയിൻ ഒക്കെ എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തം വാച്ച് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.